25 വർഷം കൊണ്ട് പൊറോട്ടയും ബീഫും പിന്നെ പല കോംബോ ഓഫർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കാൻ കൺവെൻഷൻ കാണിക്കുന്നുണ്ട്. ന്യായമായ നിലയ്ക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് കേട്ടറിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ സ്റ്റേഷനിലേക്കായാലും ഹോസ്പിറ്റലിലേക്കായാലും ലൈഫായിട്ട് തന്നെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇരുന്ന് കഴിക്കുന്ന ഇരിപ്പൂടാത്. ഇതാണ് ചെറുകടികൾ. മുളക് ബജിയുണ്ട്, സമൂസ ഉണ്ട്, നെയ്പത്തിരി ഉണ്ട്, ഉള്ളിവട, പരിപ്പുവട, ചിക്കൻ ഫ്രൈ. അതിങ്ങനെ റൗണ്ടായി കിടന്നോണ്ടിരിക്കും. പൊരിച്ചു വീഴും. അത് ചിക്കൻ ഫ്രൈ ആയിരിക്കുന്ന ചിക്കൻ, അത് ചിക്കൻ ആയിട്ടിരിക്കുക. അത് ബീഫ് ഫ്രൈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ആവശ്യക്കാർ വരുന്നതനുസരിച്ച് നമ്മൾ ചൂടാക്കി കൊടുക്കും. ഇത് നമ്മൾ അത് ദോശ 4 രൂപയാണ് ഒരെണ്ണം. 4 രൂപയുടെ ദോശയാ. സാധാരണക്കാരനും കഴിക്കാം, അല്ലാത്തവരും കഴിക്കാം. ന്യായമായ ചാർജ് ആണ്. 35 രൂപയുടെ കറിയാണ്. ഇത് പാഴ്സലാണ് ഇന്ന് പള്ളിയിലേക്കുള്ള. പിന്നെ ചിക്കൻ ഫ്രൈ 3 പീസ് ചിക്കനും പൊറോട്ടയായിട്ട് 70 രൂപ. ബീഫ് ഫ്രൈയും പൊറോട്ടയുമായിട്ട്. പിന്നെ ദോശ, രസവട. ആ പൊറോട്ട ആണ് 4 വെച്ച് കൊടുക്കുന്നത്. ഈ ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കുന്ന കറി തന്നെ 2 സെറ്റാക്കി ഇപ്പൊ അടുത്ത കറി കയറും. കറി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും തീരുന്നതനുസരിച്ച്. ഇപ്പൊ നോമ്പ് ആയതുകൊണ്ട് ഇച്ചിരി സ്ലോ ആയത്തോളം. എന്നാലും പള്ളിയിലേക്ക് പോകും. പാഴ്സൽ നോമ്പുറയ്ക്കുള്ള പള്ളിയിലേക്കുള്ള പൊതി പോകും. ചെറുകടിയല്ല, എല്ലാം നമ്മുടെ തന്നെ, വടകടിയല്ല. സമൂസ ഉണ്ട്, ഉള്ളിവട ഉണ്ട്, മുട്ട ബജി ഉണ്ട്, ഉണ്ട, ബോണ്ട, പരിപ്പുവട, മുളകുവട, ഒരുപാടുപെട്ട ഐറ്റം എല്ലാം കിടപ്പുണ്ട്. സമൂസ കിടപ്പുണ്ട്. കടിയൊക്കെ 8 രൂപയും സമൂസ 10 രൂപ. നമ്മൾ ചെയ്യുന്ന സമൂസയാണ് മീറ്റ് സീറ്റടിച്ച് ചെയ്യുക. അല്ല, 2 അല്ല. തീരുന്നതനുസരിച്ച് അടുത്ത കറി ആയിക്കൊണ്ടേയിരിക്കും. കച്ചവടത്തിന്റെ രീതി അനുസരിച്ച്. ഇപ്പൊ തീരുന്നതുകൊണ്ടാണ് ഞാൻ അല്ല കിച്ചണായത്. തീ മാറ്റിയതാ. അടുപ്പിൽ തീ മാറ്റിയതാ. കിച്ചണായത്. ഈ കാണുന്ന കിച്ചണും കടയെല്ലാം ലൈവായിട്ട് തന്നെ കൊടുത്തോണ്ടിരിക്കുക. അല്ലാതെ വേറെ അകത്ത് വെച്ച് വരുന്നല്ല. 4 പൊറോട്ടയും ഒരു ബീഫ് കറിയുമാണ് 60 രൂപ കൊടുക്കുന്നത്. അതും നല്ലൊരു ക്വാണ്ടിറ്റി തന്നെയാണ് കൊടുക്കുന്നത്. ക്വാണ്ടിറ്റിയാണ് മെയിൻ. നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസക്ക് മുതലാണ്. ജസ്റ്റ് ഒന്ന് കയറി കഴിച്ചു നോക്ക്. പൊറോട്ടയും ബീഫ് കറിയും മാത്രമല്ല, പൊറോട്ടയും ബീഫ് ഫ്രൈയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ കിട്ടുന്നൊരു അടിപൊളി സ്പോട്ടാണ്. അത് കാണുന്ന പ്ലേറ്റിൽ 4 ചിക്കൻ ഫ്രൈയും 3 പൊറോട്ടയും കൂടെ 70 രൂപ വരുന്നുള്ളൂ. നമ്മൾ 4 പൊറോട്ടയും ബീഫ് കറിയും കൊടുക്കുക എന്ന് പറയുന്നത് ലാഭം കുറച്ചുകൊണ്ട് ബിസിനസ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് വന്നുകൊണ്ടിരിക്കും. ലാഭം കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് സെയിൽ കുറയുന്നതനുസരിച്ച് നമ്മൾ ലാഭം കൂട്ടേണ്ടി വരും. അപ്പൊ നമ്മൾ ലാഭം കുറച്ചുകൊണ്ട് കസ്റ്റമർ കൂടുതൽ വരുമ്പോഴത്തേക്ക് നമ്മൾ അതനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. അങ്ങനെയാണ്. നമ്മൾ പാവത്ത് ആര് വന്നാലും നമുക്ക് ആഹാരം കഴിക്കാം. ധൈര്യമായിട്ട് വന്ന് പൊറോട്ടയും കറിയും കഴിക്കാം. കടയിൽ പോയ പൊറോട്ടയും കറിയും നമുക്ക് കഴിക്കാം എന്നും പറഞ്ഞ് ഏത് പാവം പിടിച്ചും വന്നാലും കൊടുക്കാൻ പറ്റും നമുക്ക്. അത് ബീഫിന് മാത്രമല്ല, എല്ലാം ഒരേ പ്രൈസ് തന്നെ. ഒരേപോലെ 10 രൂപ 5 രൂപയുടെ ഗ്യാപ്പേ ഉള്ളൂ. അല്ല ഒരുപാടൊന്നും വില വ്യത്യാസം. പിന്നെ ഞങ്ങൾ ചേട്ടനനിയന്മാരാണ് ഇതിനകത്ത് കിടന്നെല്ലാം കൂടുതലും കഷ്ടപ്പെടുന്നത്. പണിക്കാരുണ്ടെങ്കിലും ചേട്ടനനിയന്മാരാണ് നമ്മൾ കിടന്ന് ജോലികളൊക്കെ ചെയ്യുന്നത്. ഞാൻ പുള്ളിയാണ് മെയിനായിട്ട് വഹാബിക്ക. അതാണ് വഹാബിക്ക. ഞാൻ പുള്ളിയുടെ അനിയൻ. ഇനി എന്റെ അനിയൻ ഒരാൾ വരും. എന്റെ ഇളയത് വരും. പിന്നെ പുള്ളിയുടെ മോനുണ്ട്. അതെ. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പിന്നെ കൊല്ലത്തുനിന്ന് ഹരിപ്പാടിന്ന് വരികയാണെങ്കിൽ അമ്പലപ്പുഴ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന ഓവർബ്രിഡ്ജ് കയറാതെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് തിരിയണം. പാലം കയറാതെ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ വരുന്ന ജംഗ്ഷനാണ്. ആ ജംഗ്ഷന്റെ തെക്കേ സൈഡിൽ